കണ്ണൂരിലെ ജനങ്ങളോട് എൻ്റെ രാജ്യയുടെ സാഹചര്യവും അതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷത്തോളം അവർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യാൻ കഴിയാതെ പോയത്, ഈ കാര്യമാണ് വിശദീകരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പത്രസമ്മേളനത്തിനപ്പുറം മണ്ഡലത്തിലെ വിഷയങ്ങളാണ് ഇവിടെ മണ്ഡലത്തിലെ ജനങ്ങളോട് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് 2016 തെരഞ്ഞെടുപ്പ് തൊട്ട് ഇന്നലെ വരെ എന്നോടൊപ്പം നിന്ന് എനിക്ക് വോട്ട് ചെയ്ത ഇവിടുത്തെ പൊതുപ്രവർത്തനങ്ങളിൽ മുഴുവൻ എന്നോട് രാഷ്ട്രീയത്തിനപ്പുറം സഹകരിച്ച, എല്ലാ പ്രതിസന്ധികളിലും ഒരു പ്രത്യേക പരിഗണന നൽകിയ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് അവർ നൽകിയ പിന്തുണയ്ക്കും സഹായത്തിനും പ്രാർത്ഥനകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇവിടെ രാജിവെച്ച് ഒഴിഞ്ഞു എന്നതുകൊണ്ട് നിലമ്പൂരിലെ ജനതയെ കൈവിടുകയോ അല്ലെങ്കിൽ അവരെ മറന്ന് മുന്നോട്ടുള്ള പ്രയാണം ഞാൻ ആരംഭിക്കുകയോ ചെയ്യുകയല്ല. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ ജനങ്ങൾ നൽകിയ പിന്തുണക്ക് നന്ദി എന്ന നിലക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എൻ്റെ ഒരു പാർലമെൻ്ററി രംഗത്തേക്ക് തന്നെ എത്തിച്ച ഈ ജനങ്ങളോട് മരണം വരെയും വ്യക്തിപരമായിട്ട് എനിക്കുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും എന്നറിയിക്കുകയാണ്. രാജ്യസംബന്ധമായ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടതാണ്, അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിലമ്പൂരിലെ ജനത അറിയേണ്ടതുണ്ട്. 2016 ഇലക്ഷൻ കഴിഞ്ഞു വിജയിച്ചതിന് ശേഷം ആദ്യത്തെ 5 വർഷം 2021 വരെയുള്ള കാലഘട്ടം വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഈ മണ്ഡലത്തിൽ നടത്താൻ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 1500ഓളം കോടി രൂപയുടെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ 2021 രണ്ടാമത്തെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൽ ജനങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെങ്കിലും 2021 തൊട്ട് ഇന്നലെ വരെയുള്ള കാലയളവ് പരിശോധിച്ച് നോക്കിയാൽ 16-21 കാലഘട്ടത്തിലെ പദ്ധതികൾക്കപ്പുറം പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കാര്യമായിട്ട് എന്നത് വസ്തുതാപരമായി ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെ കണക്ക് ഞാൻ നൽകുന്നുണ്ട്. ഈ നാട്ടിലെ ജനം വളരെ ആഗ്രഹത്തോടു കൂടി വെയിറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ബൈപ്പാസ്. അതേപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെ വികസനം. ഇത് രണ്ടും പൊതുവായിട്ട് ഈ ഇവിടുത്തെ മുഴുവൻ 5-6 ലക്ഷം വരുന്ന ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ്. ബൈപ്പാസ് എന്ന് പറയുന്നത് നിലമ്പൂർക്കാരെ മാത്രമല്ല, കേരളത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് ഈ ബൈപ്പാസ്. CNG റോഡ് വഴി കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും പോകുന്ന മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു റോഡാണ് നിയുക്ത ബൈപ്പാസ്. 16 ഞാൻ അധികാരത്തിൽ വന്ന് 18 അതിനെ ഫണ്ട് അനുവദിച്ച് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ പ്രതിസന്ധികളും തീരുമ്പോഴേക്കും 2021 ആയിരുന്നു. അതിലെ പ്രധാന വിഷയമായിട്ടുണ്ടായിരുന്നത്, ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നത്, ഒന്നാമത്തെ ഘട്ടത്തിൽ ഇതിൻ്റെ ഫയൽ കാണാനില്ലായിരുന്നു. ഏകദേശം 1.5 വർഷം ആ ഫയലിൻ്റെ പിന്നാലെ പോയി കഷ്ടങ്ങളായ ഫയലുകൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് കണ്ടെത്തിയാണ് ഏകദേശം ഒരു 2 വർഷം കഴിയുമ്പം ആ ഫയലിൽ നിന്നും ഷേപ്പാക്കി എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഹൈടെൻഷൻ ലൈന് കടന്നു പോകുന്ന അതേ വഴിയിലൂടെയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്.